എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടിയും അമർത്തിയാൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഏത് വീഡിയോസ് ആയാലും ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറേ പേര് ഒരു റിക്വസ്റ്റ് മാനിച്ചാണ്. കാരണം ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണം വരെ ആകുമ്പോൾ കുറേ പേർക്ക് ഓണത്തിന് നല്ല ചിലവാണല്ലോ. നമുക്ക് ഓണത്തിന് സാധനങ്ങൾ കുറേ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഈ ഓഫർ ഒന്ന് 30-ാം തീയതി വരെ നീട്ടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ ഓഫർ ഞാൻ വിചാരിച്ചു. ഓക്കെ, ഈ 30 സെപ്റ്റംബർ വരെ ഈ ഓണം ഓഫർ, ഈ കോംബോ ഓഫറിൽ ഈ അഫോർഡബിൾ പ്രൈസ് നിങ്ങൾക്ക് എൻ്റെ പ്ലാൻസ് വിത്ത് ബഡ് ആണെങ്കിൽ വിത്ത് ബഡ് അല്ലെങ്കിൽ വിത്ത് ഫ്ലോറിംഗ് ഫ്ലോർ ലഭ്യമാണ്. പിന്നെ എനിക്ക് ഓൺലൈൻ സെയിലേ ഉള്ളൂ. എനിക്കല്ലാതെ എൻ്റെ വീട്ടിൽ നഴ്സറി ഇല്ല. ഓർക്കിഡിൻ്റെ ആയാലും എൻ്റെ പ്ലാന്റിൻ്റെ ആയാലും നഴ്സറി ഇല്ല. എൻ്റെ പ്ലാന്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാന്റ്സ് ആകുമ്പോൾ ഇതൊക്കെയാണ് സൈസ് വരുന്നത്. വെൽനോസ് ഓർക്കിഡിൻ്റെ വിത്ത് ബഡ് 49 വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്, 500 റുപ്പീസ്. 10 പ്ലാന്റ്സ് കോംബോ എടുക്കുകയാണെങ്കിൽ 1 പ്ലാന്റിന് 490 റുപ്പീസ്. 10 പ്ലാന്റ്സ് 4900 പ്ലസ് ഫീസ് എക്സ്ട്രാ. 49 വെറൈറ്റീസ് വിത്ത് ബഡ് വെൽനോസ് ഓർക്കിഡ് അവൈലബിൾ ആണ്. അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ആണെങ്കിൽ 60 വെറൈറ്റീസ് വിത്ത് ബഡ് വിത്ത് ബഡ് ഓർ ഫ്ലവർ അവൈലബിൾ ആണ്. പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലാന്റ്സിന് മിനിമം ഏത് വെറൈറ്റിയും എടുക്കണം. അപ്പോൾ 2 പ്ലാന്റ്സ് 2 മുതൽ 9 വരെ 2 to 9 വരെ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ 1 പ്ലാന്റിന് 220 റുപ്പീസ് വരും. പിന്നെ 10 പ്ലാന്റ്സ് കോംബോ ഡെൻഡ്രോബിയം എടുക്കുകയാണെങ്കിൽ അതിന് വരുന്നത് 1 പ്ലാന്റിന് 200 റുപ്പീസ്. 10 പ്ലാന്റ്സിന് 2000 റുപ്പീസ് പ്ലസ് ഫീസ് എക്സ്ട്രാ. അതല്ല, ഞാൻ സെലക്ട് ചെയ്യും. അതായത് മൈ സെലക്ഷൻ 10 പ്ലാന്റ്സ് വിത്ത് ബഡ് ഡെൻഡ്രോബിയം ആണെങ്കിൽ അതിനാണ് വരുന്ന പ്രൈസ് 1850 റുപ്പീസ്. അതായത് 1850 രൂപ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഫീസ് എക്സ്ട്രാ. ഈ ഓഫർ സെപ്റ്റംബർ 30-ാം തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇതൊരു വലിയ ബിഗ് നഴ്സറിയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടൈമിങ് വരെ നിങ്ങൾക്ക് ഈ വിത്ത് ബഡായിട്ട് ഈ ഓർക്കിഡ് ഡെൻഡ്രോബിയം ആയാലും ഫെലനോപ്സിസ് ആയാലും അവൈലബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇത് ഈ എൻ്റെ പ്ലാന്റ് പോലെ ഇല്ല. എൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഒരു 1K ആകുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു വലിയ ബിഗ് നഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് വിത്ത് ബഡായിട്ട് ഓൾമോസ്റ്റ് പ്ലാന്റ് നിങ്ങൾക്ക് വിത്ത് ബഡറിങ് ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് വെൽനോപ്സിസ് ആയാലും ഡെൻഡ്രോബിയം ആയാലും വാങ്ങിക്കാം. പിന്നെ ഓൺലൈൻ നഴ്സറി, ഓൺലൈനിലാണ് ഞാൻ എൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. എനിക്ക് വീട്ടിലും ഇല്ല, എൻ്റെ വീട്ടിൽ നഴ്സറി ഇല്ല ഓൺലൈൻ. പിന്നെ ഓൺലൈനിൽ ആവശ്യം നിങ്ങൾക്കിപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇത് എവിടെയാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് ഈ ഓർക്കിഡിൻ്റെ പ്ലാന്റ് കിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ പ്ലാന്റ് ആയാലും എൻ്റെ പ്ലാന്റ് ആവാണ്ട് നിങ്ങൾക്ക് അതിന് വീഡിയോ ചെയ്യാൻ പറ്റും. വീട്ടിൽ സെയിൽ ചെയ്യുന്നില്ല. ഞാൻ ഓൺലി ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് തന്നെ ആരും ഇനി കുറേ പേര് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് ഫോൺ നമ്പർ തന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊയർ മുഖാന്തരം നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതായിരിക്കും. ഓൺലി ഓൺലൈൻ സെയിൽ, ഓൾ ഇന്ത്യ സെയിൽ. ഓക്കെ, 30th സെപ്റ്റംബർ വരെ ഈ മെഗാ ഓണം ഓഫർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്ലാന്റുകളുടെ സൈസ് എന്ന് പറഞ്ഞതാണ് ഡെൻഡ്രോബിയം സൈസ് ഇതാണ്. ഈ സൈസ് കാണിച്ചത് വേറെ തരില്ല. പിന്നെ റിപ്പീറ്റേഷൻ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇപ്പോഴും എൻ്റെ കുറേ പേര് വീഡിയോ കാണാത്തുണ്ടല്ലോ. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ സെയിം സൈസാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നത്. വിത്ത് ബഡാകുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബുഷി ആയിട്ടാണോ എന്ന്. അതായത് ബുഷി എന്ന് പറഞ്ഞാൽ ഒരു 6-7 തണ്ടുമ്മ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടായില്ല. അതിനൊക്കെ 500 ആൻഡ് അബവ് റുപ്പീസ് വരും. ഞാൻ കേരളത്തിൽ ഒട്ടുമിക്ക നഴ്സറി എനിക്ക് അറിയാവുന്നതാണ്. അവരൊക്കെ വാങ്ങിക്കുന്നത് ഈ അഫോർഡബിൾ ഈ പ്രൈസുകളിലാണ് അവരൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെം ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. ഒരു സ്റ്റെമ്മേ ആയിരിക്കില്ല, 2 തണ്ടുമ്മേ ഇതുപോലെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 തണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബഡുകളെന്ന് പറയുമ്പോൾ ചിലതിൻ്റെ 2 ദിവസം വിരിയുന്നുണ്ടാവും, ചില ബഡുകൾ 3 ദിവസം കൊണ്ട്. പിന്നെ എല്ലാ ബഡുകളും നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ബഡുകളും ഇപ്പോൾ എനിക്ക് ഈ പ്ലാന്റിന് ഇത്ര ബഡ് വേണമെന്ന് പറഞ്ഞാൽ ഇത് തരാൻ പറ്റില്ല. എനിക്കറിയാലോ, ഓർക്കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റീസിനും പല ബഡുകളായിരിക്കും. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ഇത്ര ബഡ് വേണം. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ നിങ്ങൾക്ക് 100% എൻ്റെ നിന്ന് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ ആരും ഇതുവരെയ്ക്ക് പറ്റിച്ചും ചോദിച്ചിട്ടൊന്നുമില്ല. ഹോണസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി, ദാറ്റ് മൈ പോളിസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കാം. നിങ്ങൾ ഞാൻ പറ്റിയത് ശരിക്കും ചതിക്കുകയും ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ സൈസുകൾക്ക് ഇതാ വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയുള്ളൂ. അപ്പോൾ ചോദിക്കും, ചേച്ചിക്കൊന്ന് പറഞ്ഞു തന്നൂടെ ഈ നഴ്സറി നിങ്ങളെന്ത് സെൽഫിഷാണോ? ഞാൻ ഒരിക്കലും സെൽഫിഷ് അല്ല. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാൻ പറ്റും ഞാൻ സെൽഫിഷാണോ സെൽഫിഷ്. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ എനിക്കറിയാം. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ദൈവം അനുഗ്രഹിക്കുള്ളൂ അല്ലേ. അല്ലാണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് അതെനിക്ക് മാത്രം കിട്ടണം അത് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. ഈ സിനി പ്രവീൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ ബ്രാൻഡായാലും അല്ലെങ്കിൽ ഏത് ബ്രാൻഡായാലും നിങ്ങൾ ഈ ഒരു ബിഗ് നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന എൻ്റെ ഈ ഓഫർ പ്രൈസിൽ പ്ലാന്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നഴ്സറി പറയാത്തത്. പിന്നെ അത്രയും നിങ്ങൾക്ക് നഴ്സറി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നഴ്സറി ചെന്ന സ്ഥലം ഞാൻ പറയാം. ട്രിവാൻഡ്രത്താണ് ഈ നഴ്സറി. അവിടെ പോയി പർച്ചേസ് ചെയ്തോ നിങ്ങൾ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആ നഴ്സറിയിൽ നിന്ന് ഞാൻ പറഞ്ഞ ഈ നഴ്സറിയിൽ പോവുകയാണെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനീ ചെയ്യുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് സെൽഫിഷ് അല്ല. എൻ്റെ കസ്റ്റമേഴ്സ് കുറേ പേരിനൊക്കെ അറിയാം ഞാൻ ഒരിക്കലും സെൽഫിഷ് അല്ല എന്ന്. പുതിയ കസ്റ്റമേഴ്സ് തന്നെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഏത് വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് 100% സാറ്റിസ്ഫൈഡ് കാര്യങ്ങൾ പറയുള്ളൂ. അപ്പോൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സ് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി എൻ്റെ വ്യൂവേഴ്സ് വേണ്ടി ഞാൻ പറയുന്നത്. നമ്മൾ പിന്നെ ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 10 AM ഓർഡർ. നെക്സ്റ്റ് 5 വർക്കിംഗ് ഡേയ്സ്, നെക്സ്റ്റ് വീക്കിൻ്റെ 5 വർക്കിംഗ് ഡേയ്സിലാണ് നിങ്ങൾക്ക് പ്ലാൻ ഡിസ്പാച്ച് ചെയ്യുക. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്കുള്ളിൽ നിങ്ങൾ പ്ലാൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് സെറ്റിലായവരെ മാത്രമാണ് പിന്നത്തെ വീക്കിൽ അതായത് മൺഡേ ടു ഫ്രൈഡേക്കുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. മനസ്സിലായ? ഒരാഴ്ച ഞാൻ ഓർഡർ എടുക്കും, പിന്നത്തെ ആഴ്ച നിങ്ങൾക്ക് പ്ലാന്റ് സെൻഡ് ചെയ്ത് തരും. അതാണ് എൻ്റെ ഓർക്കിഡായാലും ഇപ്പം എൻ്റെ ബ്രാൻഡ്സിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്ന പ്ലാന്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ 100% ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. അത് 2 or 3 സ്റ്റെം ഉണ്ടായിരിക്കും. അതേമാതിരി 3 ബഡ് 4 ബഡ് 2 ബഡ് ഇല്ലാതെ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. എൻ്റെ പ്ലാന്റ് സീഡ്ലിംഗ് അല്ല, വിത്ത് ബഡ് അല്ലെങ്കിൽ വിത്ത് ഫ്ലവർ ആയിരിക്കും. അത് നിങ്ങളുടെ സെലക്ഷൻ. ഓക്കെ, വീണ്ടും പറഞ്ഞ് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട് ആലപ്പുഴയിലാണ്. ആ ചേച്ചി പറഞ്ഞ കുറച്ച് റെമഡീസുകൾ ആ ചേച്ചിക്ക് സാറ്റിസ്ഫൈ ആയ റെമഡീസിനെ പറഞ്ഞുതരാം. അത് വേറൊന്നല്ല, നമ്മൾ കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോഴാണെന്നാണ് ആ ചേച്ചി പറയണേ. വിത്ത് ബഡ് ആയാലും അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്ന്. അപ്പോൾ ആ ഗ്രോത്തിന് വേണ്ടി ആ ചേച്ചി ഇത് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ആ ചേച്ചി ചെയ്തിട്ട് ആ ചേച്ചിക്ക് 100% റിസൾട്ട് കിട്ടി. കുറേ പേർക്ക് ഇത് അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി എൻ്റെ കസ്റ്റമേഴ്സ് വേണ്ടി ഞാൻ പറയാണ് കേട്ടോ. ആ ചേച്ചി കിട്ടിയ ഒരു വാല്യുബിൾ ഷെയറിംഗ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. അത് വേറെ ഒന്നുമല്ല. നിങ്ങൾ അതായത് ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഗ്രീൻ കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ ഗ്രീൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ ഒരാഴ്ച ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് സ്പ്രേ കൊടുക്കുക. പിന്നത്തെ ആഴ്ചയിൽ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മിറാക്കിൾ മിക്സാണ് ഫ്ലവറിങ്ങിന് വേണ്ടി അടിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറേ പേർക്ക് ഒച്ചുകളെ ശരീരത്തിന് വേണ്ടിയിട്ട് ചോക്ക് ഉണ്ട് ഇപ്പോൾ. പിന്നെ പരമാവധി നമ്മൾ എന്നും പോയിട്ട് പ്ലാന്റുകൾ നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ മക്കൾ നോക്കണ പോലെ ഈ പ്ലാന്റുകൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒച്ചുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കുക. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്ക് കരിക്കട്ട മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കരിക്കട്ട ഉപയോഗിക്കുമ്പോൾ ദയവേത് നിങ്ങൾ കരിക്കട്ട 2-3 ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിപ്പ് കളയുക. എന്നിട്ട് നമ്മൾ അത് ഉണക്കിയിട്ട് ആ കരിക്കട്ട ഉണക്കുക. വെളുത്തിട്ട് ഉണക്കുക, അല്ലെങ്കിൽ ഉണക്കിയും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ കരിക്കട്ട ഒരു 10 മിനിറ്റ് സാഫിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് ആ കരിക്കട്ടയിൽ മാത്രം ചെയ്യണേ. ആ കരിക്കട്ട നിങ്ങൾ എന്നിട്ട് കരിക്കട്ടയിൽ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പല സൈസിൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർ കരിക്കട്ടയും ഇഷ്ടിക കഷ്ണവും പിന്നെ നമ്മുടെ പറയുക ചകിരി കഷ്ണം ആയിട്ട് ചെയ്യുന്നുണ്ട്. ചിലർ മെറ്റൽ ചെയ്യുന്നുണ്ട്, ചിലർ നമ്മുടെ ക്ലേ ബോളിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം പിന്നെ ആ ചേച്ചി പറഞ്ഞ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ
ഈ ഓർക്കിഡ്. ഇപ്പോൾ എൻ്റെ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുന്ന ഉടനടി നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. കാരണം ഈ വിത്ത് ബഡ് നിങ്ങൾക്ക് വിരിഞ്ഞതിന് ശേഷം അത് വിരിഞ്ഞ് അത് ബഡ് പോയുമ്പോൾ ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ആ റൂട്ട് നല്ല ഹെൽത്തി വൈറ്റ് റൂട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ പറയുന്ന ഈ ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മാസത്തിന് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത ബാച്ചിലുള്ള വിത്ത് ബഡ് അതിൽ നിന്ന് സ്പൈക്ക് വന്ന് വിത്ത് ബഡ് വന്നിരിക്കും. അതൊക്കെ ഞാൻ അത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളൊരു സീഡ്ലിംഗ് കോംബോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് നാൾ പിടിക്കില്ലേ. സീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു പ്ലാന്റിൽ സീഡ്ലിംഗ് വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, എനിക്ക് താല്പര്യമില്ല. പിന്നെ മെച്യൂർ പ്ലാന്റ് നിങ്ങൾ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. മെച്യൂർ സീഡ്ലിംഗ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അത് കാണുന്നത്, അതായത് ഈ ബഡ് നിങ്ങൾക്ക് വിരിഞ്ഞിരിക്കും. 100% ഞാൻ ഗ്യാരണ്ടിയാണ്. ഈ ബഡ് വിരിഞ്ഞിട്ട് ആ ബഡ് കുറച്ച് നാൾ നിൽക്കും. ചില വെറൈറ്റീസിൻ്റെ ബഡ് ഒരു മാസം നിൽക്കും, ചില ഒരു 10-15 ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അത് കോമ്പാക്റ്റും പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഓർക്കിഡിൻ്റെ ഓഫർ ഞാൻ പറയുന്ന ഈ സെപ്റ്റംബർ 30 വരെ വിത്ത് ബഡായിട്ട് നിങ്ങൾക്ക് 2 സൈസ് പ്ലാന്റുകളും, അതായത് ഫെലനോസിസ് വിത്ത് ബഡും ഡെൻഡ്രോബിയം വിത്ത് ബഡും അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേര് സംശയമാണ്, അയ്യോ പ്ലാന്റ് കഴിഞ്ഞാവോ? പ്ലാന്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിലൊരു വ്യത്യാസം വരില്ലാണ്ട് ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വേറെ പ്ലാന്റ് തരില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓണത്തിന് ഇന്ന് അത്താണല്ലോ, അത്തം എല്ലാവരും പൂക്കളൊക്കെ കിട്ടുമോ വീട്ടിൽ? ഇതൊക്കെയാണ് സൈസ് വരുന്നത്, കണ്ട സൈസ് വരുന്നത്. അപ്പോൾ വിചാരിക്കും ഈ സൈസിൽ കാണിച്ചത് ഇത്ര വലിയ ബഡാണല്ലോ, എനിക്ക് കിട്ടിയത് കഴിഞ്ഞാലോ. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ അനുസരിച്ചിരിക്കും നിങ്ങളുടെ 60 വെറൈറ്റീസിനും 60 സൈസിലായിരിക്കും ബഡ് വന്നിട്ടുണ്ടാവുക. എല്ലാ പ്ലാന്റുകൾക്കും ഒരേപോലെ ബഡ് ആയിരിക്കില്ലോ. ഡെൻഡ്രോബിയത്തിനെ അറിയുന്നവർക്ക് അറിയാം. പിന്നെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പാടത്തിന് ഓണം ഓഫറിൽ നിങ്ങൾ മക്കളായ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓണത്തിന് വീട്ടിലേക്ക് നിങ്ങൾ വരില്ലേ? എല്ലാവരും അവരുടെ വീടുകളിലേക്ക് വരില്ല മക്കൾ ഓണത്തിന് വരുമ്പോൾ. അമ്മമാർക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം. എല്ലാവർക്കും കാലിനൊക്കെ പ്രശ്നമാണ് അല്ലേ? എനിക്ക് വരെ കാലിന് പ്രശ്നമുണ്ട്, ഈ വയസ്സ് ഇത്രയും മിഡിൽ ഏജ് ആയി എനിക്ക് വരെ. അപ്പോൾ അമ്മമാർക്ക് വളർത്താൻ പറ്റിയ ഓർക്കിഡാണ് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്. ഫെലനോസിസ് പിന്നെ കുറച്ച് കെയറിങ് ഉണ്ട്. പിന്നെ കുറേ പുലിക്കുട്ടികളുണ്ട്. ഒരു 60 വെറൈറ്റീസും എൻ്റെ ഡ്രോബിയുള്ള എൻ്റെ ഉള്ളത് ഒരു 4-5 കോമ്പാക്ട് വെറൈറ്റീസ് ഉണ്ട്. ഈ മിനി കോമ്പാക്റ്റൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഒക്കെ ട്വിസ്റ്റുകൾ 2 ഉള്ളൂ. പിന്നെ സാധാ വെറൈറ്റീസാണ്. കുറേ പുലികുട്ടികൾ എൻ്റെ നിന്ന് വാങ്ങിക്കുന്ന ആഗ്രഹമില്ല. കാരണം ഒരു 5-10 വെറൈറ്റീസൊക്കെ ഉള്ള ആൾക്കാർ മാത്രം എൻ്റെ നിന്ന് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ട്വിസ്റ്റ് വെറൈറ്റീസ് ഒന്നും എനിക്ക് ഈ ഓഫർ പ്രൈസ് തരാൻ പറ്റില്ല, ഒക്കെ നല്ല വിലയുണ്ട്. പക്ഷേ 60 ഞാൻ കാണിക്കുന്ന 60 സെലക്റ്റഡ് പ്ലാന്റ് നിങ്ങൾക്ക് എന്തായാലും എനിക്ക് വിത്ത് ബഡായിട്ട് തരാൻ പറ്റും. 60 എണ്ണം എൻ്റെ കയ്യിലുണ്ട്, 60 കളറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.